നമസ്തേ. ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തരുടെ ജീവൻ സംരക്ഷിക്കുന്ന ആരോഗ്യ സേവനങ്ങൾ ഇനി പണം കൊടുത്താൽ മാത്രം ലഭിക്കുമോ? സർക്കാർ ശരിക്കും സേവനം അവസാനിപ്പിക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു രാഷ്ട്രീയ വിവാദമാണോ? കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന ഈ വിഷയത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുതിയൊരു വിവാദത്തിന് തുടക്കമായിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ദേവസ്വം ബോർഡ് നൽകിയതായി പറയപ്പെടുന്ന കത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ ശക്തമാകുന്നത്. ശബരിമലയിൽ വർഷങ്ങളായി തീർത്ഥാടന കാലത്തും മാസപൂജാ സമയത്തും സൗജന്യമായി സേവനം നൽകുന്ന ആരോഗ്യവകുപ്പിന്റെ ജീവനക്കാർക്ക് ഇനി മുതൽ പണം നൽകണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു VHP രംഗത്തു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തത്തുമൈ ന്യൂസിനോട് പ്രതികരിക്കുന്നു. അതിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകുകയുണ്ടായി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് വരും വർഷങ്ങളിൽ ശബരിമല അയ്യപ്പ തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ സൗജന്യമായി നൽകില്ല എന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് ആൾക്കാരെ നിയമിച്ചുകൊണ്ട് മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കിക്കോളൂ എന്നാണ് ആ ലെറ്ററിൽ കൂടി ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ ഉദ്ദേശിച്ചത്. അത് കേരളത്തിലെ ഹിന്ദുക്കളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ശബരിമലയിൽ എല്ലാ വർഷവും ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടാനുകോടി ഭക്തജനങ്ങളാണ് വരുന്നത്. ഒരു മലയുടെ മുകളിലാണ് ശബരിമല. വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ശബരിമല തീർത്ഥാടകർ അനുഭവിക്കുന്നത്. അവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ മെഡിക്കൽ സേവനം ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. ഇനി മുതൽ പണം കിട്ടിയാൽ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരറിഞ്ഞിട്ടാണ്? കേരളത്തിലെ ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടാണോ? കേരളത്തിലെ ദേവസ്വത്തിൻ്റെ മന്ത്രി അറിഞ്ഞിട്ടാണോ? അതിനുള്ള സാധ്യതയില്ല. കാരണം രണ്ട് വകുപ്പുകളും ഇന്ന് ഭരിക്കുന്നത് മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. ആരോഗ്യവകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്, ദേവസ്വം ബോർഡും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അത് തീർത്തും അപലപനീയമായിട്ടുള്ളൊരു സംഭവമാണ്. ഹജ്ജ് തീർത്ഥാടകർക്കുൾപ്പെടെ ധാരാളം സൗജന്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ യാതൊരുവിധമായ സൗജന്യവും അവർ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സൗജന്യം ചെയ്യാമെന്ന് ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ വെല്ലുവിളിക്കുകയാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് നിലയ്ക്കൽ നിന്ന് പമ്പ വരെ സൗജന്യമായി ബസ് സർവീസ് ഏർപ്പെടുത്താമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. അവരതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും വിശ്വ ഹിന്ദു പരിഷത്ത് പോവുകയുണ്ടായി. അവിടും അനുകൂലമായ തീരുമാനമുണ്ടായില്ല. ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാരോടുള്ള വെല്ലുവിളി എന്ന രീതിയിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഈ ഡയറക്ടർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടാണോ, മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത്തരത്തിൽ ഈ മന്ത്രിമാർ അറിയാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുകയില്ല. ഇത് കഴിഞ്ഞ 10 വർഷം കേരളത്തിനെ എങ്ങനെയൊക്കെ പിണറായി സർക്കാർ നശിപ്പിച്ചോ ആ നാശമൊക്കെ തന്നെ ഏകദേശം 1 മാസം പോലും തികയാത്ത വി ഡി സതീശൻ സർക്കാർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ അവമതിപ്പിന് തുല്യമായി ഒറ്റ മാസത്തെ വി ഡി സതീശൻ സർക്കാരിൻ്റെ അവമതിപ്പ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഹിന്ദുത്വ വിരുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്താൻ പോലും ഇന്ന് മന്ത്രിസഭ തയ്യാറാകുന്നുണ്ടെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. അതെ, ഈ വിഷയത്തിൽ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശബരിമല തീർത്ഥാടന കാലത്തും മാസപൂജാ സമയങ്ങളിലും വർഷങ്ങളായി സൗജന്യമായി ലഭിച്ചുവരുന്ന ആരോഗ്യ സേവനങ്ങൾക്ക് ഇനി മുതൽ സാമ്പത്തിക പ്രതിഫലം നൽകണമെന്ന ആവശ്യവും അത് നൽകിയില്ലെങ്കിൽ സേവനങ്ങൾ അവസാനിപ്പിക്കുമെന്ന നിലപാടും തീർത്തും അംഗീകരിക്കാനാകാത്തതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരാണ് മല ചവിട്ടി അയ്യപ്പ ദർശനത്തിനായി എത്തുന്നത്. മണ്ഡല മകരവിളക്ക് കാലങ്ങളിൽ മാത്രമല്ല, മാസപൂജ ദിവസങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ സേവനങ്ങൾ ഒരു സാധാരണ ഭരണ നടപടി മാത്രമല്ല, തീർത്ഥാടകരുടെ ജീവൻ സംരക്ഷിക്കുന്ന അനിവാര്യ സംവിധാനമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. മെയ് മാസത്തിൽ ദേവസ്വം ബോർഡിന് നൽകിയ കത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനം നടപ്പിലായാൽ ശബരിമലയിലെ നിലവിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയുന്നത്, സംസ്ഥാനത്തിന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കുന്ന ശബരിമലയോടുള്ള സമീപനം ഇത്തരത്തിലാകരുത് എന്നതാണ്. തീർത്ഥാടകരുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കേണ്ടത്
സർക്കാരിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം സർക്കാർ ഈ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മറ്റ് സേവന സംഘടനകളുമായി സഹകരിച്ച് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ശബരിമലയിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കാൻ VHP തയ്യാറാണെന്നും സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥല സൗകര്യങ്ങളും ഭരണാനുമതികളും നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയവും മതപരവുമായ ചർച്ചകൾക്കും വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ദേവസ്വം വകുപ്പും ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ചൂണ്ടിക്കാട്ടി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്ന സംശയവും VHP ഉന്നയിക്കുന്നു. വർഷങ്ങളായി തടസ്സമില്ലാതെ നടന്നുവരുന്ന ആരോഗ്യ സേവനങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം എന്താണെന്ന് സർക്കാർ പൊതുജനങ്ങൾക്ക് വിശദീകരിക്കണമെന്നും VHP ആവശ്യപ്പെടുന്നു. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രത്യേകത കണക്കിലെടുക്കുമ്പോൾ ആരോഗ്യ സേവനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. മലകയറ്റം, തിരക്ക്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രായമായ ഭക്തരുടെ സാന്നിധ്യം എന്നിവയെല്ലാം ആരോഗ്യ അടിയന്തരാവസ്ഥകൾക്ക് കാരണമാകാം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ, ആംബുലൻസ് സേവനങ്ങൾ, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എന്നിവ വർഷങ്ങളായി സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിവാദം ഭാവിയിലെ തീർത്ഥാടന ക്രമീകരണങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതാണ് പ്രധാന ചോദ്യം. സർക്കാർ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകുമോ? ആരോഗ്യവകുപ്പിന്റെ യഥാർത്ഥ നിലപാട് എന്താണ്? ദേവസ്വം ബോർഡ് ഇതിനെ എങ്ങനെ കാണുന്നു? തീർത്ഥാടകരുടെ സുരക്ഷയും സേവനങ്ങളും ഉറപ്പാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കപ്പെടുക? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരങ്ങൾ ലഭിക്കേണ്ടത്. ഒരു വശത്ത് സാമ്പത്തികവും ഭരണപരവുമായ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഭക്തജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും മുൻനിരയിൽ നിൽക്കേണ്ട വിഷയമാണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. തീർത്ഥാടന കാലത്ത് ആരോഗ്യ സേവനങ്ങളിൽ യാതൊരു കുറവും വരാതിരിക്കാൻ സർക്കാർ, ദേവസ്വം ബോർഡ്, സാമൂഹ്യ സംഘടനകൾ എന്നിവ ചേർന്ന് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളും പൊതുസമൂഹവും. ശബരിമല തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന പരിഹാരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. ശബരിമലയിൽ സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായി തുടരണമോ? അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചിലവ് വഹിക്കുന്നത് സ്വാഭാവികമാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.